ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് മഹദിയാം ബാബിലോണിൻ്റെ മതപരമായ ബാബിലോണിൻ്റെ നാശം ആണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ 5-ാമത്തെ വാക്യം നോക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. മൃഗത്തിന്മേലിരുന്ന് സകലരാലും ആകർഷിക്കത്തക്ക വിധം അണിഞ്ഞൊരുങ്ങി സവാരി ചെയ്യുന്ന വേശ്യയായ സ്ത്രീയുടെ പേരും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലരും കാണത്തക്ക വിധം അവളുടെ നെറ്റിയിൽ പേർ എഴുതിയിരിക്കുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് നാമം. മർമ്മം എന്നത് പേരിൻ്റെ ഭാഗമാണെന്നും അല്ലെന്നും 2 അഭിപ്രായങ്ങൾ ഉണ്ട്. പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തി കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതുമായ സത്യങ്ങളെയാണ് മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് പറയുന്നത്. പുതിയ നിയമസഭ ഒരു മർമ്മമാണെന്ന് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. 3:3-9 വാക്യത്തിൽ. സുവിശേഷത്താൽ ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നതാണ് മർമ്മം. ക്രിസ്തുവും സഭയും ഒത്തുചേർന്നത് ഒരു മർമ്മമായും പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 5:32. സൃഷ്ടിയിൽ വീണ്ടെടുപ്പിൻ്റെ പരിപാടിയും അടങ്ങിയിരുന്നു. സകല ജാതികളെയും വീണ്ടെടുക്കുക എന്നതായിരുന്നു മർമ്മമായി ഇരുന്നത്. സഭയുടെ രൂപീകരണത്തിൽ മാത്രമാണ് മർമ്മം വെളിപ്പെട്ട് കിട്ടിയത്. ക്രിസ്തുവിൻ്റെ സഭ ഒരു മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ സാത്താൻ്റെ സഭയുടെ മർമ്മമാണ് മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നുള്ളത്. അതായത് എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ നാമധേയ ക്രൈസ്തവ മതം അഥവാ വ്യാജ സഭയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. സഭ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. എന്നാൽ മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്ന സർവ്വലൗകിക സംഘടനയായി വെളിപ്പെടുന്നു. സകല രക്ഷിക്കപ്പെട്ട വിശ്വാസികളും ഉൾക്കൊള്ളുന്ന വിശ്വാസികളും ഉൾപ്പെടുന്ന മണവാട്ടി സഭയെ കർത്താവിൻ്റെ മധ്യാകാശ വരവിങ്കൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതിനുശേഷമുള്ള മഹോപദ്രവ നാളുകളിൽ ഭൂമിയിൽ സകല മതങ്ങളും സംഘടനകളും ഒരുമിച്ച് ഒരു വിശ്വമതത്തിന് രൂപം കൊടുക്കും. മഹദിയാം ബാബിലോണിൻ്റെ മർമ്മമായിരിക്കും അവർ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സ്വീകരിക്കുക. 2 ബാബിലോണുകളെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ഒന്ന്, ലോകമതങ്ങളുടെ വിശേഷാൽ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായതിൻ്റെ കേന്ദ്രം. 2ാമത് ലോക രാഷ്ട്രീയത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും സ്ഥിരാകേന്ദ്രമായ ബാബിലോൺ. ഇവ 2ൻ്റെയും സമ്പൂർണ്ണ നാശം വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ കാണുന്നു. എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും ഭരണത്തിന് കീഴിലുള്ള രാഷ്ട്രീയവും മതപരവും സാമൂഹികവും വാണിജ്യപരവുമായ കുത്തഴിഞ്ഞ ലോകവ്യവസ്ഥിതിയെ പൊതുവിൽ ബാബിലോൺ എന്ന നാമധേയത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അവിടെ നാം കാണുന്നത് അത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വേശ്യാവൃത്തി തൊഴിലാക്കിയ പുരാതന റോമൻ സാമ്രാജ്യത്തിലെ വേശ്യമാർ അവരെ തിരിച്ചറിയുവാൻ അവരുടെ പേര് നെറ്റിയിൽ രേഖപ്പെടുത്തുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നതായി റോമൻ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ആയതുപോലെ ബാബിലോണായ വേശ്യയും തൻ്റെ പേര് സകലരും കാണത്തക്ക വിധത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന പേര് നെറ്റിയിൽ എഴുതിയിരിക്കുന്നു.
അന്ത്യകാലത്ത് മിസ്രയീമിലെ പോലെ വിഗ്രഹാരാധനയും സോദോമിനെ പോലെ അസന്മാർഗികതയുടെയും പര്യായമായിരിക്കും ബാബിലോൺ എന്ന നാമം. ബാബിലോണിന് ലഭിച്ചിരിക്കുന്ന നാമം വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ്. വിഗ്രഹാരാധന പഴയ നിയമ തിരുവെഴുത്തുകളിൽ വേശ്യാവൃത്തിയായി കണക്കാക്കപ്പെട്ടിരുന്നു. അസാൻമാർഗികതയുടെയും മ്ലേച്ഛതകളുടെയും വിഗ്രഹാരാധനയുടെയും ദൈവദൂഷണത്തിൻ്റെയും ഉറവിടം ബാബിലോൺ ആയതിനാലാണ് മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ മാതാവ് മക്കളിലേക്ക് സകലവും പകരുന്നത് പോലെ ബാബിലോണിൻ്റെ സ്വാധീനത്താൽ വരുന്ന സകല രാജ്യങ്ങളിലേക്കും ഒരു കൈവഴി എന്ന വണ്ണം അതിൻ്റെ മർമ്മങ്ങൾ ഒഴുകുന്നതിനാലും ബാബിലോണിനെ മാതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ബാബേൽ എന്ന വാക്കിൽ നിന്നാണ് ബാബിലോൺ എന്ന പേരുണ്ടായത്. ബാബേൽ അഥവാ ബാബിലോണിൻ്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ ഗോപുരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജലപ്രളയത്തിനു ശേഷം ഭൂമിയിലെ ആദ്യവീരനായ നിമ്രോദ് ബാബേൽ രാജ്യം സ്ഥാപിച്ചത്. നോഹയുടെ രണ്ടാമത്തെ പുത്രനായ കൂഷിൻ്റെ മകനാണ് നിമ്രോദ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദിവീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുകാരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ മരുഭൂമിയിലാണ് ഉണ്ടായത്. ഭൂമിയിലെ ആദ്യത്തെ വീരനും നായാട്ടിൽ നിപുണനുമായ നിമ്രോദ് ഷിനാർ ദേശത്ത് ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയുവാൻ ജനങ്ങളെ ഉത്സാഹിപ്പിച്ച നേതാവാണ്. ദൈവത്തോട് മത്സരിച്ച് വലിയ പട്ടണവും ഉയർന്ന ഗോപുരവും പണിത് അതിൽ പാർക്കുവാൻ ബാബേൽ നിവാസികളെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിനെതിരായുള്ള ഒത്തുകൂടലും സഹവാസവും ദൈവം അനുവദിച്ചില്ല. അന്നുവരെയും അവർ സംസാരിച്ചിരുന്ന ഒരേ ഭാഷ ദൈവം കലക്കി അവർ വിവിധ ഭാഷക്കാരായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. തമ്മിൽ സംസാരിക്കുവാൻ കഴിയാത്തതിനാൽ സംയുക്തമായി ഗോപുരം പണിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് ഗോപുരം പണിയുവാൻ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു എന്ന് ഉൽപ്പത്തി 11:9 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗത്തോളം എത്തക്കത്തക്ക വിധം അവർ പണിയുവാൻ ആഗ്രഹിച്ച ഗോപുരത്തിൻ്റെ പേർ ബാബേൽ എന്നായിരുന്നു. ബാബേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവങ്ങളുടെ വാതിൽ, ദ ഗേറ്റ് ഓഫ് ദ ഗോഡ്സ് എന്നാണ്. എബ്രായ ഭാഷയിൽ ബാബേൽ എന്ന വാക്കിനോട് ശബ്ദസാമ്യമുള്ള ബാലാൽ എന്ന വാക്കിനർത്ഥം കലക്കം, കൺഫ്യൂഷൻ എന്നാണ്. ദൈവത്തോട് മത്സരിച്ച് പേരുണ്ടാക്കുവാനും അന്യദൈവങ്ങളെ വണങ്ങുവാൻ ദൈവങ്ങളുടെ വാതിലെന്ന ഗോപുരം ഉണ്ടാക്കുവാനും ആഗ്രഹിച്ചവരിലേക്ക് ദൈവം ന്യായവിധി അയച്ചു. ദൈവങ്ങളുടെ വാതിൽ എന്ന പേര് കലക്കത്തിൻ്റെ വാതിലുകളായി തീരുവാൻ ഇടയായി. ദ ഗേറ്റ് ഓഫ് ദ ഗോഡ്സ് ബിക്കെയിം ദ ഗേറ്റ് ഓഫ് ദ കൺഫ്യൂഷൻ. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയുള്ളതായ കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.